വാ നമുക്കൊന്ന് അടിച്ച് കേറാം. ടീം കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. എല്ലാരും അടിച്ച് കയറി വാ. അടിച്ച് കയറി വരട്ടെ. ഏതാനും മാസങ്ങളായി റിയാസ് ഖാന്റെ കഥാപാത്രമായ ദുബായ് ജോസും അടിച്ചു കയറുക എന്ന മാസ് ഡയലോഗുമായിരുന്നു സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ കഥാപാത്രവും ഡയലോഗും വൈറലായത് പക്ഷേ ഈ 2024 ആയിരുന്നുവെന്നതാണ് കൗതുകമുണർത്തുന്നത്. എന്നാൽ ദുബായ് ജോസിന് ഇനി വിശ്രമിക്കാമെന്നാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവുക. കാരണം മറ്റൊരു താരം ജോസിനെ വെല്ലാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞാനും ഉത്തരത്തൊരു ബന്ധുവാണല്ലോ, സരസ്വതിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. എല്ലാവരെയും നിഷ്പ്രയാസം കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേരോടെ നടൻ സുരേഷ് കൃഷ്ണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും തരംഗമായിരിക്കുന്നത്. വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾ കരുതിയില്ല. ദുബായ് ജോസിനേക്കാളും വലിയ തരംഗത്തിലേക്കാണ് കൺവിൻസിംഗ് സ്റ്റാറിന്റെ പോക്കെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളെയും മീമായി ഉപയോഗിക്കുന്നതാണ് പുതിയ ട്രെൻഡ്. ക്രിസ്ത്യൻ പ്രദേശ് എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ് ഈ പുതിയ താരോദയത്തിന് കാരണം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. നീ പറഞ്ഞു മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ക്രിസ്ത്യൻ പ്രദേശ് എന്ന സിനിമയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവായിരിക്കും. ഭാര്യയുടെ സഹോദരൻ ക്രിസ്റ്റിയെ കുഴിയിൽ കൊണ്ടു ചാടിക്കുന്ന കഥാപാത്രമാണ് ജോർജ് കുട്ടി. വളരെ സമർത്ഥമായി ക്രിസ്റ്റിയെ കൊലയ്ക്കു കൊടുത്ത സംഭവത്തിൽ നിന്ന് തടിയൂരുകയാണ് ജോർജ് കുട്ടി. ക്രിസ്ത്യൻ പ്രദേശിലെ ഈ രംഗം കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആളുകളെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് നന്നായി അറിയാമെന്നാണ് ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിലൂടെ മനസ്സിലാവുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം. ഇതോടെയാണ് സുരേഷ് കൃഷ്ണയ്ക്ക് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേര് ലഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുമ്പാണ് ക്രിസ്ത്യൻ പ്രദേശിലെ രംഗം സോഷ്യൽ മീഡിയയിൽ ട്രോൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അടുത്തിടെ വീണ്ടും രംഗം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് സുരേഷ് കൃഷ്ണ വൈറലായി മാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി നിരവധി പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തിട്ടുമുണ്ട്. സിനിമകളിൽ സുരേഷ് കൃഷ്ണ ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ട്രോളുകളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതോടെയാണ് അദ്ദേഹം ട്രെൻഡിംഗ് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത്. ഇത്തരം ചർച്ചകൾക്ക് പിന്നാലെ പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് കൃഷ്ണ. സിനിമയിലെ കൺവിൻസിംഗ് ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ലൈക്ക് അടിച്ചരി ഞാനിപ്പോൾ വരാമെന്ന അടിക്കുറിപ്പോടെ തന്റെ തന്നെ ചിത്രമാണ് സുരേഷ് കൃഷ്ണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഓക്കെ ഞാൻ കൺവിൻസിംഗ് ആയി എന്ന നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റും ബേസിലിന്റെ മറുപടിയും ഇതേ രീതിയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഈ കാര്യം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നടൻ പുതിയതായി അഭിനയിക്കുന്ന മരണമാസം എന്ന ചിത്രത്തിനാണെന്നതും ശ്രദ്ധേയമാണ്.